നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം വ്യക്തിപരമായ സൗഹൃദത്തിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും വേദിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനം മാറുകയാണ്. 2 ദിവസത്തെ ചരിത്രപരമായ സന്ദർശനത്തിനായി ടെൽ അവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ ഇറങ്ങിയ മോദിയെ സ്വീകരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ഭാര്യ സാറ നെതന്യാഹുവും എത്തിയത് ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചു. സ്വീകരണ ചടങ്ങിനിടെ ഉണ്ടായ ഒരു രസകരമായ സംഭവമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഹൈന്ദവ ദേശീയതയുടെയും ഇന്ത്യയുടെയും പ്രതീകമായ കാവ്യ നിറത്തിലുള്ള കോട്ടാണ് സാറ നെതന്യാഹു ധരിച്ചിരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹു കൗതുകപൂർവ്വം ഒരു കാര്യം മോദിയോട് സൂചിപ്പിച്ചു. നോക്കൂ, എൻ്റെ ഭാര്യയുടെ വസ്ത്രത്തിന്റെ നിറവും നിങ്ങളുടെ പോക്കറ്റ് സ്ക്വയറിന്റെ അതായത് പോക്കറ്റ് തൂവാല നിറവും ഒന്ന് തന്നെയാണല്ലോ എന്നായിരുന്നു നെതന്യാഹുവിന്റെ നിരീക്ഷണം. തന്റെ ജാക്കറ്റിലെ പോക്കറ്റ് തൂവാലയുടെ നിറവുമായി സാറയുടെ വസ്ത്രത്തിനുള്ള സാമ്യം തിരിച്ചറിഞ്ഞ മോദി പുഞ്ചിരിയോടെ അതിന് നൽകിയ മറുപടിയാണ് ശ്രദ്ധേയമായത്. ഈ നിറം കേവലം ഒരു അലങ്കാരമല്ലെന്നും ഇന്ത്യയിലെ ഹിന്ദു ദേശീയതയുടെ പ്രതീകമായ കാവ്യാണെന്നും മോദി അവരെ ധരിപ്പിച്ചു. ഇന്ത്യയുടെ വികാരവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന നിറം സാറ നെതന്യാഹു തിരഞ്ഞെടുത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവായി സൈബർ ലോകവും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്ത്യയുടെ സൗഹൃദം രക്തം കൊണ്ട് എഴുതപ്പെട്ടത് എന്നാണ് ഇസ്രയേൽ പാർലമെന്റിൽ വികാരാധീനനായി നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യയോടുള്ള തന്റെ ഇഷ്ടം മറച്ചുവെക്കാതെയാണ് സാറ നെതന്യാഹു സംസാരിച്ചത്. ഇന്ത്യ ഒരു അത്ഭുതകരമായ രാജ്യമാണ്. അവിടുത്തെ ജനങ്ങൾ ഏറെ സ്നേഹസമ്പന്നരാണ് എന്നാണ് അവർ പറഞ്ഞത്. നരേന്ദ്രമോദിയെ അത്ഭുതകരമായ നേതാവെന്ന് വിശേഷിപ്പിക്കാനും സാറ മറന്നില്ല. മോദിയുടെ സന്ദർശനത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദി മറ്റൊരു ചരിത്ര നേട്ടം കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ പാർലമെന്റിൽ സംസാരിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഹമാസ് നടത്തിയ ഭീകരാക്രമണങ്ങളെ മുംബൈ ഭീകരാക്രമണത്തോടെയാണ് അദ്ദേഹം താരതമ്യം ചെയ്തത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ എന്നും ഇസ്രയേലിനൊപ്പം ഉണ്ടാകുമെന്ന് മോദി പ്രഖ്യാപിച്ചപ്പോൾ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് ഇസ്രയേൽ ജനപ്രതിനിധികൾ അദ്ദേഹത്തെ വരവേറ്റത്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വെറും ഒരു രാഷ്ട്രീയമല്ലെന്നും അത് രക്തം കൊണ്ടും ബലിയർപ്പണം കൊണ്ടും എഴുതപ്പെട്ടതാണെന്നും മോദി വികാര നിർഭരമായി പ്രസംഗത്തിൽ പറഞ്ഞു. മോദിയെ സഹോദരൻ എന്ന് വിളിച്ച നെതന്യാഹു അദ്ദേഹത്തിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സാങ്കേതിക മേഖലകളിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് മോദി ഇപ്പോൾ എന്തു ചോദിച്ചാലും ഇസ്രയേൽ മോദിക്ക് കൊടുക്കും. അത് ഇന്ത്യക്ക് ഒരു വലിയ നേട്ടമായി മാറും. അയൺ ഡോം വരെ ഇസ്രയേൽ ഇന്ത്യക്ക് നൽകാനായിട്ട് ഒരുങ്ങുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ മരണമൊഴി അല്ലെങ്കിൽ ട്രംപിന്റെ മരണമൊഴ കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ്.